പെണ്ണ് കേസ് ഉദാഹരണത്തിന്, എന്തുവാണ് ഈ പെണ്ണ് കേസ്? ഈ പെണ്ണ് കേസ് എന്ന് പറയുമ്പോൾ തന്നെ അതിനെ എത്ര ട്രിവിയലൈസ് ചെയ്തിട്ടാണ് കാണുന്നതെന്നുള്ള നമുക്ക് മനസ്സിലാവുള്ളൂ. ഫെമിനിസ്റ്റ് സംഘടനകളിലും ഈ പറഞ്ഞ കുറച്ച് ഘടനാപരമായിട്ടൊക്കെ ഈ ഹയറാർക്കി ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ള ഒരു ബോധമാണ് നമുക്കുള്ളത്. പഴയ പുരുഷന്മാരും പുതിയ പുരുഷന്മാരും തമ്മിൽ വ്യത്യാസമുണ്ട്. അവരുടെ അപ്രോച്ച്, അവരുടെ സമീപനം, സ്ത്രീകളുടെ ശരീരത്തോടുള്ള സമീപനം, സ്ത്രീകളെ വ്യക്തികളായിട്ട് കാണുന്നത്, അതേസമയം തന്നെ ചില കോണുകളിൽ നിന്നും അല്ലാത്ത സെപ്പറേഷനും പഴയ മൂല്യങ്ങളെ തിരിച്ചു കൊണ്ടുവരലും ഒക്കെ നടക്കുന്നുണ്ട്. അതില്ല എന്നുള്ളതല്ല. 2 ഫിംഗർ ടെസ്റ്റ് ഫോർ എക്സാമ്പിൾ, ഈ അടുത്ത കാലം വരെ ഈ 2 ഫിംഗർ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യം നിലനിൽക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? 2 ഫിംഗർ ടെസ്റ്റ് ഉദ്ദേശിച്ചത് അതിനകത്ത് വെർജിൻ ആണോ എന്ന് നോക്കാനുള്ള രീതിയിൽ, അല്ലെങ്കിൽ എത്രത്തോളം അവർക്ക് പാസ്റ്റ് സെക്ഷൽ ഹിസ്റ്ററി ഉണ്ടെന്നൊക്കെ നോക്കാനുള്ള തരത്തിലുള്ള ഒരു ടെസ്റ്റ് മെഡിക്കലി ഈ അടുത്ത കാലം വരെ നിലനിന്നു. വർക്ക് പ്ലേസിലെന്ന് പറഞ്ഞാൽ വർക്ക് പ്ലേസിൽ സഹപ്രവർത്തകരായിട്ടുള്ളവർ, അല്ലെ സീനിയേഴ്സ്, അല്ലെ ടീച്ചേഴ്സ് ഒക്കെ തന്നെ എങ്ങനെയെങ്കിലും ഈ അക്യൂസ്ഡ് അയാളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അതെന്തുകൊണ്ടാണ് അത് വരുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ, ഇത് പെണ്ണുങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നുള്ള ഒരു കാര്യം, ഒരു മൂല്യം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ്. സ്ത്രീകൾ പലപ്പോഴും നേതൃത്വത്തിലേക്ക്, പൊളിറ്റിക്കൽ പാർട്ടികളുടെ നേതൃത്വത്തിലേക്ക് വരുമ്പോഴും നമ്മൾ എന്താ, അവരുടെ ബോഡി ലാംഗ്വേജ് ഭയങ്കരമായി പ്രസംഗിക്കുന്നവരെയാണ് ലീഡേഴ്സായിട്ട് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ അവരുടെ ആണുങ്ങളെ പോലെയുള്ള ബോഡി ലാംഗ്വേജ്, അല്ല പറയുന്ന കുറച്ചൊരു അക്രമാസക്തമായിട്ട് സംസാരിക്കുന്നവരെയാണ് രാഷ്ട്രീയത്തിലേക്ക് വരിക. ഇന്ന് നമ്മൾ ഡോക്ടർ AK ജയശ്രീയോടൊപ്പമാണ്. സെക്ഷൽ ഹാരസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ്, സെക്ഷൽ വയലൻസ്, ഇവയൊക്കെ സംബന്ധിച്ച് 0 ടോളറൻസ് എന്നുള്ള ഒരു ക്യാമ്പയിനുമായി നമ്മൾ മുന്നോട്ട് പോകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഡോക്ടർ ജയശ്രീ ഇവിടെ കണ്ണൂർ മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ ഹെഡ് ആൻഡ് പ്രൊഫസറാണ്. കുറച്ച് കാലമായിട്ട് സെക്ഷൽ വയലൻസ്, അതുപോലെ പല കാര്യങ്ങളെ സംബന്ധിച്ച് കുറച്ചുകൂടി ഹൈറ്റൻഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് കേരളത്തിൽ നടക്കുന്നുണ്ട്, പലതരം കാരണങ്ങൾ കൊണ്ട്. ഒരു പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ എന്നുള്ള രീതിയിൽ അതിനെ പലപ്പോഴും ഫെമിനിസ്റ്റ് തിങ്കർ എന്നുള്ള രീതിയിലൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന ഒരാളാണ് ഡോക്ടർ. ഇപ്പോഴത്തെ നമ്മുടെ ഈ അവസ്ഥയെ സംബന്ധിച്ച് ഡോക്ടർ എന്തൊക്കെയാണ് മനസ്സിലുള്ളത്, എന്തൊക്കെയാണ് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ചിന്തിക്കാനുള്ളത്? പബ്ലിക് ഹെൽത്ത് ആംഗിളിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലമായിട്ടും അല്ലെങ്കിൽ ഫിസിക്കൽ ഹറാസ്മെൻറ്റിൻ്റെ അതിനകത്ത് വരുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ കാര്യം എന്താണെന്ന് വെച്ചാൽ, ബാക്കി എല്ലായിടത്തും ഈ വിഷയം സൈഡ് ലൈൻ ചെയ്യപ്പെടുന്ന പോലെ, അല്ലെ മാർജിനലൈസ് ചെയ്യപ്പെടുന്ന പോലെ, ഹെൽത്തിലും ഇതും ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വിഷയമാണ് എന്നുള്ളതാണ്. ഇപ്പം ഹെൽത്തിലാണെങ്കിലും നമ്മളെപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത് ഒരു പൊതുബോധത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും ഡോമിനൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഹെൽത്തിനകത്തേക്ക് ഇപ്പം ഒരുപാട് ഇൻ്റഗ്രേറ്റഡ് ആയി നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്, പ്രസക്തമായ വിഷയമാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലെ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് പോലെയൊക്കെയുള്ള സംഘടനകൾ ഇതിനെ ഒരു ഹെൽത്ത് പ്രോബ്ലമായിട്ട് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളും അതിലൊക്കെ സിഗ്നേറ്ററിയുമാണ്. അപ്പോൾ ആ ഒരു ആംഗിളിൽ തീർച്ചയായിട്ടും നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് സെക്ഷൽ ഹറാസ്മെൻറ്റ് വർക്ക് പ്ലേസിലാകട്ടെ വീട്ടിനകത്താകട്ടെ, അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നൊക്കെ പറയുന്ന ഒരുപാട് കാലം ഇതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ സ്ത്രീകൾക്കും മറ്റ് ജെൻഡർ വിഭാഗങ്ങൾക്കൊക്കെ കാലങ്ങളോളം അത് നിലനിൽക്കും, പെട്ടെന്ന് ട്രിഗറാകും. ഡിപ്രഷനിലേക്ക് എത്രയോ സ്ത്രീകൾ പോകുന്നു, അതുപോലെയുള്ള പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്കണോമിക് ഇമ്പാക്റ്റും ഉണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന വർക്ക് പ്ലേസിൽ പ്രത്യേകിച്ച് അവരുടെ കരിയറിൽ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കുന്നു. അത് ആ ഓരോ നമ്മൾ ഔട്ട്പുട്ട് ഉണ്ടാകുന്ന നമ്മുടെ വർക്ക് ഔട്ട്പുട്ടിനെയും അത് ബാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എക്കണോമിക്കായിട്ടും സോഷ്യലായിട്ടുമുള്ള ഇമ്പാക്റ്റ് പോലും ഉണ്ട്, വ്യക്തിപരം പോലും അല്ലാതെ തന്നെയും ഉള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. ഇത് ഇപ്പോഴും പൊതു സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ പൊതു രാഷ്ട്രീയത്തിലും ഒന്നും തന്നെ ഇത് ഗൗരവമുള്ള ഒരു വിഷയമായിട്ട്
വരുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും രാഷ്ട്രീയത്തിലേക്ക് ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ടും കൂടിയാണ് ഞാൻ കാണുന്നത്. ഇപ്പം ഹെൽത്ത് ഇറ്റ് സെൽഫ് ഈസ് പൊളിറ്റിക്കൽ ആണ്. നമ്മൾ റൈറ്റ് ബേസ്ഡ് ആണല്ലോ, ഹെൽത്തിൽ റൈറ്റ് ബേസ്ഡ് എന്നൊക്കെ പറയാറുണ്ട്, പറയുന്നതേ ഉള്ളൂ. പക്ഷെ ഹെൽത്ത് ഓൾസോ ഇസ് എ പൊളിറ്റിക്കൽ ഇഷ്യൂ. ഇതൊരു മെയിൻ ആയിട്ടൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. പക്ഷെ രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്ന നമ്മുടെ സാധാരണ ചർച്ചകളിൽ കാണുന്നില്ല പെണ്ണ് കേസ്. ഇപ്പൊ ഉദാഹരണത്തിന് എന്തുവാണ് ഈ പെണ്ണ് കേസ്? ഈ പെണ്ണ് കേസ് എന്ന് പറയുമ്പോൾ തന്നെ അതിനെ എത്ര ട്രിവിയലൈസ് ചെയ്തിട്ടാണ് കാണുന്നതെന്നുള്ള നമുക്ക് മനസ്സിലാവുള്ളൂ. അവിടെ തന്നെ അതിനകത്ത് ഒരു ഒബ്ജക്റ്റ്, പെണ്ണിനെ ഇങ്ങനെ ഉപയോഗിക്കാനുള്ള ഒരു വസ്തു എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആരോഗ്യത്തിൽ വരുമ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഈ വയലൻസിനെ കുറിച്ച് പിന്നെ നമ്മുടെ കരിക്കുലത്തിൽ കൊണ്ടുവരുവാണെങ്കിൽ, പഠിപ്പിക്കുകയാണെങ്കിൽ തന്നെ നമ്മളൊരു കേസ് ഹിസ്റ്ററി എടുക്കുന്നത് തൊട്ട് നമ്മൾ അവെയർ ആയിരിക്കണം അതിനെക്കുറിച്ച്. കാഷ്വാലിറ്റിയിൽ ഒരു കേസ് വരുമ്പോൾ അതെങ്ങനെ ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പം ഡൊമസ്റ്റിക് വയലൻസ് ആണെങ്കിലും സെക്ഷൽ ഹറാസ്മെന്റ് ആണെങ്കിലും ആളുകൾ അത് തുറന്നു പറയാൻ മടിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. ഇതിന് വിധേയപ്പെടുന്ന ആൾക്കാർ തുറന്നു പറയാൻ മടിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അത് വളരെ ട്രിക്കിയാണ്. അത് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത്രയും സെൻസിറ്റൈസ്ഡ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, ഡോക്ടേഴ്സ് അടക്കം നഴ്സുമാരടക്കം അത്രയും അതിലോട് സെൻസിറ്റീവ് അല്ലെങ്കിൽ ഇത് ക്യാപ്ചർ ആകത്തില്ല. നമ്മൾ മിക്ക കേസുകളിലും കാണുന്നത് എന്താണ്, അവസാനം വരുമ്പോൾ തെളിവില്ല എന്നുള്ളതിലാണ് പോകുന്നത്. അപ്പോൾ തെളിവ് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ഒരു വശത്തൂടെ നടക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിലും നമ്മൾ ഡോക്യുമെന്റ് ചെയ്യാത്തിടത്തോളം എവിഡൻസ് ഉണ്ടാവില്ല. പക്ഷെ അത് ഡോക്യുമെന്റ് ചെയ്യുന്നിടത്ത് വളരെ പ്രധാനമാണ്. അതിൽ ഹിസ്റ്ററി എടുക്കുന്നിടത്ത് തന്നെ അത് ഉണ്ടായ കാര്യങ്ങൾ അത് സീക്വൻഷ്യലായിട്ട് എടുക്കുക, റിപ്പോർട്ട് ചെയ്യുക എന്നൊക്കെയുള്ള വളരെ പ്രധാനമാണ്. ഈ മെഡിക്കോ ലീഗൽ പ്രോട്ടോക്കോളിൽ ഇപ്പം സെക്ഷൽ ഹറാസ്മെന്റിന്റെ ഒരു നേരത്തെ ഉള്ള പ്രോട്ടോക്കോൾ മാറ്റിയിട്ട് വളരെ ജെൻഡർ സെൻസിറ്റീവായിട്ട് കേരള ഗവൺമെന്റ് അത് പുതിയതായിട്ട് ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് ട്രെയിനിങ് ആർക്കും കൊടുത്തിട്ടില്ല. അല്ല, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് തന്നെ അതിന് ട്രെയിനിങ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുപോലെ ഇപ്പോൾ കാഷ്വാലിറ്റിയിൽ ഇരിക്കുന്ന ഇപ്പോൾ എപ്പോഴും ഫോറൻസിക് വിദഗ്ധരാകണമെന്നൊന്നുമില്ല. പല സ്പെഷ്യാലിറ്റിയിലുള്ളവരും ജനറൽ പ്രാക്ടീഷണേഴ്സും ഒക്കെ ആയിരിക്കും ആദ്യം കാണുന്നത്. പക്ഷെ അവിടെ മുതൽ ഇത് പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്നുണ്ടോ, അതിനു വേണ്ടിയിട്ട് ഡോക്ടർമാരും ഒക്കെ സെൻസിറ്റൈസ്ഡ് ആണോ എന്നുള്ള. ഇപ്പം പലപ്പോഴും ഇഷ്യൂസ് വന്നിട്ടുള്ളത് വീണ്ടും അവരെ ഹരാസ് ചെയ്യുന്നു എന്നുള്ള തരത്തിലാണല്ലോ. റേപ്പ് ആണെങ്കിലും സെക്ഷൽ ഹറാസ്മെന്റ് ആണെങ്കിലും ഒരുപാട് മെഡിക്കൽ ഹിസ്റ്ററീസ് നമ്മൾ വായിച്ചിട്ടുണ്ട്. മെഡിക്കൽ ക്ലിനിക്കുകളിൽ നിന്ന് അല്ലെ ഹോസ്പിറ്റലുകളിൽ നിന്ന് തന്നെ വീണ്ടും ഈ ചോദ്യങ്ങൾ ചോദിച്ച് ഹറാസ്മെന്റ് ആകുന്നത്. ഒരുപക്ഷെ പ്രൊഫഷണൽസ് അത് അവരെ സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒന്നും മിസ്സായി പോകാതിരിക്കാനും ഒക്കെ ആയിരിക്കാം. പക്ഷെ അപ്പോഴതുകൊണ്ടാണ് ആ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഒരുപാട് മാറ്റങ്ങൾ അത്തരത്തിൽ വരേണ്ടത്. 2 ഫിംഗർ ടെസ്റ്റ് ഫോർ എക്സാമ്പിൾ, ഈ അടുത്ത കാലം വരെ ഈ 2 ഫിംഗർ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യം നിലനിൽക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? 2 ഫിംഗർ ടെസ്റ്റ് ഉദ്ദേശിച്ചത് അതിനകത്ത് വെർജിൻ ആണോ, പഴയ റേപ്പ് നിയമങ്ങളൊക്കെ വെച്ചിട്ട് ഈ സ്ത്രീക്ക് എന്തെങ്കിലും നേരത്തെ ബാഡ് ഹിസ്റ്ററി ഉണ്ടോ എന്നൊക്കെ ഉള്ള തരത്തിൽ ഇൻവേർട്ടഡ് കോമയിലാണ് ഞാൻ പറയണത്. അതുപോലെ അതിന് ഇവർ വെർജിൻ ആണോ എന്ന് നോക്കാനുള്ള രീതിയിൽ, അല്ലെങ്കിൽ എത്രത്തോളം അവർക്ക് പാസ്റ്റ് സെക്ഷൽ ഹിസ്റ്ററി ഉണ്ടെന്നൊക്കെ നോക്കാനുള്ള തരത്തിലുള്ള ഒരു ടെസ്റ്റ് മെഡിക്കലി ഈ അടുത്ത കാലം വരെ നിലനിന്നു എന്നുള്ളത് ശരിക്കും നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്നുള്ളതാണ്. പല സെക്ടേഴ്സ് ഓഫ് പ്രൊഫഷണൽസുമായിട്ട് ഇടപെടാനും, ഇൻക്ലൂഡിങ് ഗവൺമെന്റ്, ഇൻക്ലൂഡിങ് ആക്ടിവിസ്റ്റ്, ഇൻക്ലൂഡിങ് പോലീസ്, പൊളിറ്റിക്കൽ ലീഡേഴ്സ്, ഇവരോടൊക്കെ ഇടപെടുമ്പോൾ നമ്മുടെ ഈ പബ്ലിക് ഹെൽത്തില് ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് സ്ത്രീകളുടെ ആരോഗ്യം, സ്ത്രീകൾക്ക് സംഭവിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ, അതായത് ഹാരസ്മെന്റ്, വയലൻസ്, ഇതിനെയൊക്കെ ഒരു ടോട്ടലി നമുക്ക് മാറേണ്ട ഒരു ദിശ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ പ്രത്യേകിച്ചും ഡോക്ടർ ഇതിനെ പൊളിറ്റിക്കലായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ദിശയുടെ മാറ്റം വരുത്താൻ സാധിക്കുന്നത്? കാരണം നമുക്ക് നിയമങ്ങളുണ്ട്, നമുക്ക് കൃത്യമായിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലെ പല പ്രോട്ടോകോൾസും അവൈലബിൾ ആണ്. പക്ഷെ എന്തുകൊണ്ടോ കേരളത്തിൽ പോലും ഒരു ബാഡ് നറേറ്റീവ് ബിഹൈൻഡ് ദ വുമൺ എന്ന് പറയുന്നത് ഒരു പലപ്പോഴും ആൾക്കാർ അറിയാതെ തന്നെ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതായത് ഇവര് എങ്ങനത്തെ ഉടുപ്പിട്ടിരുന്നു, ഇവര് എങ്ങനെയാണ് ഇടപെട്ടിരുന്നത്, ഇവർ ഏത് സമയത്താണ് പോയത്, ഇതൊക്കെയാണ് ആക്ച്വലി നടന്ന കാര്യത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പലരും, ഈവൻ ഇൻക്ലൂഡിങ് നമ്മുടെ സംവിധാനം പോലും
നോക്കുന്നത്. അപ്പൊ ഈ പൊളിറ്റിക്കൽ ഷിഫ്റ്റ് എങ്ങനെയാണ്, അത് ഡോക്ടർ എങ്ങനെയാണ് കാണുന്നത്? ചരിത്രപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ പറഞ്ഞ എല്ലാവരുടെയും അവകാശങ്ങൾ ജെൻഡർ വ്യത്യാസമില്ലാതെയും ഒരു വ്യത്യാസങ്ങൾ ഇല്ലാതെയും എല്ലാവർക്കും തുല്യ നീതി തുല്യത എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഇതുവരെ പിന്തുടർന്ന കുറേ ഫ്യൂഡൽ മൂല്യങ്ങളുണ്ടല്ലോ, പാട്രിയാർക്കൽ ആയിട്ടുള്ള മൂല്യങ്ങൾ. അതിനെ നമ്മൾ അഭിമുഖീകരിക്കുന്നില്ല എന്നുള്ളിടത്താണ് പ്രശ്നം. അതിൽ ഏറ്റവും നല്ല ഉദാഹരണം മാര്യേജ് തന്നെയാണ്. ഇപ്പം സ്ത്രീകൾക്ക് അവകാശങ്ങൾ തുല്യമായിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അവർക്ക് തൊഴിൽ അവസരങ്ങളില്ലാതിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ തൊഴിലില്ലാതെ വരുന്ന ഒരു അവസ്ഥയെന്ന് പറയുന്നത് ഒരു സ്വയം തൊഴിലായിട്ടാണ് മാര്യേജ് ഉള്ളത് എന്നുള്ളതാണ്. ഉപജീവനം നടത്താനുള്ള ഒരു മാർഗമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇതൊന്നും ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്തത്. എന്നുവെച്ചാൽ ഭൗതിക സാഹചര്യം വേണമല്ലോ. അപ്പോൾ അതിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്, ശരിയാണ്, കുറേ നിയമങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഭൗതിക സാഹചര്യങ്ങൾ എത്രത്തോളം മാറി എന്നുള്ളു. ഭൗതിക സാഹചര്യം മാറണമെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങളും ഉണ്ടാകണം. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം നല്ല രീതിയിൽ മാറേണ്ടതുണ്ട്. അപ്പം നമ്മൾ ഇതിനെല്ലാം ഒരു ക്രിട്ടിക്കൽ മാസ് വേണമെന്ന് പറയുമല്ലോ. സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം, സ്ത്രീകളും ഒരുപാട് പേര് തൊഴിലെടുക്കുന്നവരുണ്ടല്ലോ, പക്ഷെ അവരും ഇത് തന്നെ അനുഭവിക്കുന്നുണ്ടല്ലോ, അപ്പോഴതുകൊണ്ട് മാറുമോ എന്നുള്ളൊരു ചോദ്യം വരും. അതുകൊണ്ടാണ് ക്രിട്ടിക്കൽ മാസ് എന്ന് പറഞ്ഞു. ഒരു നല്ല ശതമാനം സ്ത്രീകൾ എക്കണോമിക്കലി ഇൻഡിപെൻഡൻ്റ് ആകേണ്ട കാര്യം കൂടിയുണ്ട്. അപ്പോൾ അതല്ലെങ്കിൽ ഈ ഫ്യൂഡൽ വാല്യൂസ് ഇങ്ങനെ നിലനിൽക്കുന്നതിന് അത് വളരെ സഹായകമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു വശത്ത് നമ്മൾ ഈ ഭരണഘടനയും അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളും ഉണ്ടാകുമ്പോഴും നമ്മുടെ ഈ സാഹചര്യങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് എടുത്തെങ്കിലേ ഇത് മാറുള്ളൂ. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നോക്കിയാലും ഘടനകളിൽ സ്ട്രക്ചറലായിട്ട് നോക്കിക്കഴിഞ്ഞാലും പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിലും മെയിൽ ഡോമിനേഷൻ തന്നെയാണല്ലോ ഉള്ളത്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണം നിയമനിർമ്മാണ സഭ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണല്ലോ പല നയങ്ങളും രൂപീകരിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ. അവിടെ സ്ത്രീകളുടെ ശതമാനം എത്രയാണ്? അതാണ് ഏറ്റവും സ്ട്രക്ചറലായിട്ടുള്ള. അപ്പൊ അവിടെ ഇപ്പൊ ഈ റിസർവേഷൻ ഇത് തന്നെ പാസ്സാക്കാൻ വേണ്ടിയിട്ട് എത്രയോ വർഷങ്ങൾ, 23 വർഷം മറ്റോ എടുത്തത്. അവിടെ വീണ്ടും പുരുഷന്മാരാണ് ഇതെല്ലാം തീരുമാനിക്കുന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഘടനാപരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ കാണുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ പുതിയ ജനറേഷനിൽ വരുന്ന ആളുകൾ എന്നുള്ളതാണ്. അപ്പോൾ അതിനും ഒരുപാട് വീണ്ടും ഭൗതിക സാഹചര്യങ്ങളുണ്ട്. നമ്മൾ ഏറ്റവും ഇതായിട്ടുള്ളത് നമ്മുടെ ഡിജിറ്റലൈസേഷനാണ്. നമ്മുടെ ഇൻ്റർനെറ്റും അതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ട്, അതുപോലെ മൊബിലിറ്റി മൈഗ്രേഷൻ, ഒരുപാട് യുവാക്കൾ പുറത്തേക്ക് പഠിക്കാൻ പോകുന്നു, ജോലിക്ക് പോകുന്നു. അത് പണ്ടുമുണ്ട് എങ്കിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അവർ എക്സ്പോസ്ഡ് ആകുന്നു മറ്റ് വാല്യൂസിനുമൊക്കെ. അപ്പം വലിയൊരു എന്താ പറയുക ഗ്യാപ്പ് പഴയ ജനറേഷനും പുതിയ ജനറേഷനുമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ പുതിയ ജനറേഷനിലും സ്ത്രീകൾ ഒന്നും തന്നെ അങ്ങനെ എന്താ പറയുക പഴയ മൂല്യങ്ങളെ അങ്ങനെ തന്നെ ഉൾക്കൊള്ളുന്നവരല്ല. അപ്പം അതിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ യുവാക്കളായിട്ടുള്ള പുരുഷന്മാരുടെ ഇടയിലും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ മനുഷ്യരൊക്കെ കൂടുതൽ വിസിബിൾ ആകുന്നു. എല്ലാ ജെൻഡർ ഡൈവേഴ്സ് ആയിട്ടുള്ള ആളുകൾ വിസിബിൾ ആകുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഉണ്ടാക്കുന്ന വലിയൊരു മാറ്റം കേരളത്തിൽ പ്രത്യേകിച്ചുണ്ട്. കേരളം നേരത്തെ തന്നെ മറ്റു പല രാജ്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്, മറ്റ് സംസ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്. അപ്പം ഇതിൻ്റെ മാറ്റങ്ങൾ വലുതായിട്ട് പുതിയ ജനറേഷനിൽ വരുന്നുണ്ട്. എനിക്കൊരു പ്രതീക്ഷയുള്ളത് പുതിയ ജനറേഷൻ ആണ്. പക്ഷെ അവരുടെ രാഷ്ട്രീയ ദിശാബോധം എങ്ങനെ ആണ് എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഈ ജെൻഡർ ഇക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരുപാട് മാറ്റമുള്ളതായിട്ട് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അവർക്ക് ഒരുപക്ഷെ വലിയൊരു ഡിസ്കണക്റ്റ് ആയിരിക്കും. ഇപ്പം പഴയ പുരുഷന്മാർ അങ്ങനെ തന്നെ പറയേണ്ടി വരുന്നു. പഴയ പുരുഷന്മാരും പുതിയ പുരുഷന്മാരും തമ്മിൽ വ്യത്യാസമുണ്ട്. അവരുടെ അപ്രോച്ച്, അവരുടെ സമീപനം, സ്ത്രീകളുടെ ശരീരത്തോടുള്ള സമീപനം, സ്ത്രീകളെ വ്യക്തികളായിട്ട് കാണുന്നത്, അതിന് ഒരു കാരണം കുറച്ചും കൂടി ഒരുമിച്ചൊക്കെ പഠിക്കാനുമൊക്കെ ഒരുമിച്ച് ഇടപെടാൻ യുവാക്കൾക്ക് കഴിയുന്നുണ്ട് എന്നാണ്. അതേസമയം തന്നെ ചില കോണുകളിൽ നിന്നും അല്ലാത്ത സെപ്പറേഷനും പഴയ മൂല്യങ്ങളെ തിരിച്ചു കൊണ്ടുവരലും ഒക്കെ നടക്കുന്നുണ്ട്. അതില്ല എന്നുള്ളതല്ല. പക്ഷെ എത്ര അങ്ങനെ അടക്കി വെച്ചാലും
കുറച്ച് തുറന്നു പോകുന്ന ഒരു സമൂഹം കൂടെയാണ് ഉള്ളത് എന്നുള്ളതാണ് എനിക്ക് യുവാക്കളുമായിട്ട് ഇടപഴകുമ്പോൾ തോന്നുന്ന ഒരു കാര്യം. അപ്പോൾ അവിടെ നമ്മൾ പക്ഷെ കുറച്ചും കൂടെ ഒരു ബോധപൂർവം ഒരു രാഷ്ട്രീയ ദിശാമാറ്റം ചിന്തയിലും പ്രവർത്തനങ്ങളിലും കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് സാധിക്കും. അത് അങ്ങനെയുള്ള ചില ഇനിഷ്യേറ്റീവുകളും ഇപ്പം ഈ പറഞ്ഞ C2 മൂവ്മെൻറ്റിനെ തന്നെ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. നമ്മുടെ പൊളിറ്റിക്സിനെ തന്നെ റീഡിഫൈൻ ചെയ്യുക. ജെൻഡർ പൊളിറ്റിക്സിനെ ആണെങ്കിലും കൺവെൻഷണൽ ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള പൊളിറ്റിക്സിനെയൊക്കെ റീഡിഫൈൻ ചെയ്യുന്നതിൻ്റെ ഒരു ചില സൂചനകളായിട്ടാണ് ഞാൻ അതൊക്കെ കാണുന്നത്. സെക്ഷൽ വയലൻസിന് ഒരു പ്രോട്ടോകോൾ ഒരു പബ്ലിക് ഹെൽത്ത് എന്നുള്ള രീതിയിലും അല്ല ഒരു പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള രീതിയിലും ഒരു പ്രോട്ടോകോൾ നേരത്തെ പറഞ്ഞ പോലെ UN ഒക്കെ എടുത്തിട്ടുള്ള പ്രോട്ടോകോൾസ് പലതുണ്ടെങ്കിലും ഒരു കേരള മോഡൽ എന്ന് പറയുന്നതിൽ എന്തൊക്കെയായിരിക്കും നമുക്ക് മസ്റ്റായിട്ട് ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മള് പലപ്പോഴും പറയും നിയമങ്ങൾ അനുസരിക്കുക. ഇപ്പൊ പോഷ് ആക്ടുമായി ബന്ധപ്പെട്ട IC ഉണ്ടോ എന്ന് നോക്കുക, അതുപോലെ പലതരം ഓഡിറ്റ്സ് നോക്കുക. അപ്പൊ അതൊക്കെ ഇഫക്റ്റീവ് ആണോ? ഇപ്പൊ പ്രത്യേകിച്ചും ICയിൽ വളരെ ഗൗരവമായിട്ട് അതിൻ്റെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ തന്നെ പല കാര്യങ്ങളും നോക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ IC ചെയർ ആണെന്ന് തോന്നുന്നു അല്ലേ? ഞങ്ങളുടെ കോളേജിൽ അത് എങ്ങനെയാണ് കേരളത്തിലെ ആൾക്കാർ ഈ പ്രോട്ടോകോൾസിനെ കാണുന്നത്? അതുപോലെ വളരെ കൃത്യമായി നിയമം പഠിക്കാൻ സാധ്യതയൊക്കെ ഉള്ള ആൾക്കാർ പോലും ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ 2013 ആ ലോനെ എങ്ങനെയാണ് കാണുന്നത്? പോക്സോനെ എങ്ങനെയാണ് കാണുന്നത്? ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിനെ എങ്ങനെ? ഇതിന് ഡോക്ടറുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? മിക്കവാറും നമ്മുടെ ഈ നിയമങ്ങളൊക്കെ ഉള്ളപ്പോഴും അല്ലെ പ്രോട്ടോക്കോളൊക്കെ ഉള്ളപ്പോഴും അതിനെ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരണമല്ലോ. അവിടെയാണ് ചലഞ്ചസ് ഉള്ളത്. നിയമങ്ങൾ കുറേ ഉണ്ട്. പ്രോട്ടോകോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മെഡിക്കൽ ലീഗൽ പ്രോട്ടോകോൾ തന്നെ തിരുത്തി എഴുതിയ ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷെ എത്ര പ്രൊഫഷണലുകൾക്ക് അത് അറിയാമെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകും എത്ര പേരത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ അത് പലപ്പോഴും പൊതുബോധമാണ് അതിനെ നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഇതിൽ പോക്സോ കേസ് തന്നെ എടുത്തത് നമുക്ക് അറിയാം. പോക്സോ കേസുകൾ കൂടുതലായിട്ട് ചാർജ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ? അതേസമയം സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസിൽ പോഷ് ആക്ട് തീരെ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നില്ല. അതിലെ വ്യത്യാസം തന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതിൽ ഒരു പ്രധാന കാരണം എനിക്ക് തോന്നുന്നു, പോക്സോ നിയമത്തിൽ നമ്മൾ അക്കൗണ്ടബിൾ ആകുന്നുണ്ട്. ഈ അങ്ങനെ ഒരു കുറ്റം നടന്നാൽ അത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഒക്കെ ഈ ആരാണോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാവരും, ഇപ്പോൾ ഡോക്ടർമാരാണെങ്കിലും പോലീസുകാരാണെങ്കിലും ഒക്കെ അവർക്ക് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അവർ ഇവൻ പണിഷബിൾ ആണ് എന്നുള്ളതാണ്. 18 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടി ആശുപത്രിയിലേക്ക് അബോർഷനോ അല്ലാതെ പ്രഗ്നൻസി ആയിട്ടോ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചിലതൊക്കെ ആക്ഷൻ ഇല്ലാതെ പോകുന്നുണ്ടായിരിക്കാം, എന്നാൽ പോലും താരതമ്യേന അത് നടപ്പാകുന്നുണ്ട്. പിന്നെ എപ്പോഴും കുട്ടികളുടെ കാര്യം പറയുമ്പോൾ ഒരു സോഫ്റ്റ് കോർണർ എല്ലാവർക്കും ഉണ്ട്. അതും ഞാൻ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതേസമയം ഈ പോഷ് ആക്ട് അതിന് മുന്നേ വന്നാണെന്ന് എനിക്ക് തോന്നുന്നു, ഏതാണ്ട് ഒരേ സമയത്ത് വന്നതാണ്. അതെന്തുകൊണ്ടാണ് ഇത്രയധികം നെഗ്ലക്റ്റഡ് ആകുന്നത്? ഞാൻ ഒരുപാട് നമ്മുടെ എന്താ പറയുക ഇതിൻ്റെ പരിശീലന പരിപാടികളുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മുടെ പൊതുബോധം മാറുന്നില്ല. അവിടെ എന്തുകൊണ്ടാണ് നമ്മുടെ സ്ത്രീകളുടെ ഒരു സമ്മതത്തോടു കൂടിയാണ് പാട്രിയാർക്കി നിലനിൽക്കുന്നത്? നമ്മൾ കാണണം. നമ്മൾ മൗനസമ്മതം, പണ്ടേ മൗനം സമ്മതം എന്ന് പറയുന്നത് പോലെ സ്ത്രീകളുടെ ഒരു സമ്മതത്തോടു കൂടിയാണ് നടക്കുന്നത്. അപ്പോൾ ഓക്കെ, എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇത് പുറത്ത് പറയാൻ ഒരു ഹറാസ്മെന്റ് ഉണ്ടായാൽ അത് പുറത്ത് പറയാൻ ഒട്ടും എളുപ്പമല്ല. എല്ലാവരും അങ്ങനെയൊക്കെ നമുക്ക് പലപ്പോഴും സ്റ്റുഡൻസ് ഒക്കെ പറയുന്ന കാര്യം, നമുക്കൊരു 4-5 കൊല്ലം ഇത് കഴിഞ്ഞിട്ട് അങ്ങ് പോകാമല്ലോ, ഇത് കഴിഞ്ഞിട്ട് അങ്ങ് ഫ്രീ ആകാമല്ലോ. പക്ഷെ പാട്രിയാർക്കിയിൽ നിന്ന് ഒരിക്കലും ഫ്രീ ആകുന്നില്ല എന്നുള്ള കാര്യം ചിന്തിക്കുന്നില്ല. ഇത് കഴിഞ്ഞാൽ അടുത്ത വേറൊരു സംഭവത്തിലോട്ടാണ് പോകുന്നതെന്ന് അറിയുന്നില്ല. പിന്നെ സപ്പോർട്ട് സിസ്റ്റം എന്താണ്? ഇനി പുറത്ത് വന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. അപ്പോൾ പുറത്ത് വരുന്നവർക്ക് എന്ത് സപ്പോർട്ടാണ് പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടുന്നതെന്നുള്ളത് നമ്മുടെ പൊതുബോധത്തിൽ ഇപ്പോഴും അങ്ങനെ നിൽക്കുകയാണ്. സ്ത്രീകൾ തന്നെ പലപ്പോഴും പറയുന്നത് പെണ്ണുങ്ങൾ കുറച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ്, അല്ലെ മിസ്യൂസ് ആണ്. ഒരുപാട് സാധാരണ പോഷ് ആക്ടിനെ കുറിച്ചും ഒക്കെ പറയുന്ന ഒരു കാര്യം, അത് മിസ്യൂസ് ആണ്. എല്ലാ നിയമങ്ങളും മിസ്യൂസ് ചെയ്യപ്പെടുന്നതാണ്. പക്ഷെ ഇതെന്തുകൊണ്ടാണ്? വേറൊന്നിത് എളുപ്പമല്ലാത്തൊരു കാര്യം. ഒന്ന്, വീട്ടിൽ നിന്നും പലപ്പോഴും സപ്പോർട്ട്
കിട്ടത്തില്ലായിരുന്നു. കുറേയൊക്കെ മാറി വരുന്നുണ്ട്. ഇപ്പോൾ വർക്ക് പ്ലേസ് ഹരാസ്മെന്റ് ആണെങ്കിലും വീട്ടിൽ നിന്ന് കിട്ടുന്ന പിന്തുണ നേരത്തെ വളരെ കുറവായിരുന്നു. ഇപ്പോൾ അത് കുറച്ച് മാറി വരുന്നു. വർക്ക് പ്ലേസിൽ എന്ന് പറഞ്ഞാൽ വർക്ക് പ്ലേസിൽ സഹപ്രവർത്തകരായിട്ടുള്ളവർ, അല്ലെ സീനിയേഴ്സ്, അല്ലെ ടീച്ചേഴ്സ് ഒക്കെ തന്നെ എങ്ങനെയെങ്കിലും ഈ അക്യൂസ്ഡ് അയാളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അതെന്തുകൊണ്ടാണ് അത് വരുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ ഇത് പെണ്ണുങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നുള്ള ഒരു കാര്യം, ഒരു മൂല്യം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുകൊണ്ടാണ്. പക്ഷെ അവിടെ ഈ ജനറേഷനിൽ മാറ്റം വരുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ ചോദിച്ച ചോദ്യം എൻ്റെ സിസ്റ്റംസ് നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളതാണ്. അതുകൊണ്ടാകണമെങ്കിലും അതിൻ്റെ ഒരു മോട്ടിവേഷൻ വരണ്ടേ. എന്തുകൊണ്ടാണ് ഇത് മാത്രം നെഗ്ലക്റ്റഡ് ആയി പോകുന്നത്? അതിൽ ഈ പറഞ്ഞ സ്ത്രീകൾ കൂടുതലായിട്ടും ഈ നയരൂപീകരണങ്ങളിലും ഒക്കെ വരിക എന്നുള്ള വളരെ പ്രധാനമാണ്. സ്ത്രീകൾ ഒരുപാട് കീ പൊസിഷൻസിലുണ്ട്. ഇപ്പോൾ IAS ഓഫീസേഴ്സ് ആണെങ്കിലും ഹെൽത്തിലും ഒക്കെ തന്നെ ലീഡർഷിപ്പ് ഇതിൽ വരുന്നത് സ്ത്രീകളാണ്. പക്ഷെ അതിനും മുകളിലേക്ക് വരാത്തത് ഒരു കാരണമായിരിക്കാം. പിന്നെ ഈ സിസ്റ്റംസ്, നമ്മൾ ഈ പറഞ്ഞ ഓഡിറ്റുകൾ നടക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ പ്രോട്ടോക്കോളുകൾ ഉണ്ടാക്കി വയ്ക്കുന്നു, പിന്നെ നിയമങ്ങൾ ഉണ്ടാകുന്നു, അതിൻ്റെ ഓഡിറ്റ് നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ടോ? എവിടെയാണ് ഈ ബാരിയേഴ്സ് കിടക്കുന്നത്, എവിടെയാണ് ഈ പ്രശ്നങ്ങൾ കിടക്കുന്നതെന്നും കൂടെ പരിശോധിച്ചുകൊണ്ടുള്ള മോണിറ്ററിങ്ങും ഓഡിറ്റിങ്ങുമാണ് വേണ്ടത്. അല്ല വെറുതെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി അങ്ങനെ പല റിപ്പോർട്ടുകൾ ഉണ്ടാവും. നമുക്ക് ഓരോ കേസും എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ എന്തൊക്കെയാണ് ബാരിയേഴ്സ് എന്ന് മനസ്സിലാവും. അപ്പോൾ അത്തരത്തിലൊരു ഓഡിറ്റ് സിസ്റ്റം നിർബന്ധമായിട്ട് വേണം. ഇവന് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ICകൾ ഉണ്ടോ, എന്തെങ്കിലും ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എനിക്കറിയില്ല. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഉണ്ടോ? ഇല്ലാത്ത പല പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സിനിമാ മേഖലയിൽ തന്നെ അറിയാമല്ലോ, എത്രയോ കാലമായിട്ട് പറയുന്നു. എല്ലായിടത്തും ഉണ്ടോ എന്നറിയില്ല, കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഇല്ല. അപ്പോൾ അതിൻ്റെ ഓഡിറ്റ് നടക്കുന്നുണ്ടോ? അങ്ങനെ ഒരു കൃത്യമായ ഓഡിറ്റ് സിസ്റ്റം അത് ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ ഇനിഷ്യേറ്റ് ചെയ്യപ്പെടണം. ഇപ്പോൾ പഞ്ചായത്തിലാണെങ്കിൽ അല്ലെ ലോക്കൽ ഗവൺമെൻറ്റുകളിൽ സ്ത്രീകൾ ഉണ്ടല്ലോ ധാരാളം. പക്ഷെ ആ തലങ്ങളിലും ഈ പറഞ്ഞ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. സ്ത്രീകൾ ഒരുപാട് ജോലി ചെയ്യുന്ന, ഇവൻ സ്വയം തൊഴിൽ ചെയ്യുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ പോലും പലപ്പോഴും അതിൽ ലീഡേഴ്സായിട്ട് വരുന്നത് പുരുഷന്മാരായിരിക്കും. അപ്പോൾ പലപ്പോഴും അവർക്ക് അവർ പറയുന്ന സ്ഥലങ്ങളിൽ പോകേണ്ടി വരുന്നു, അതിന് അവർ പറയുന്ന കാര്യങ്ങൾക്ക് വിധേയപ്പെടേണ്ടി വരുന്നു. ഒരുപാട് കേസുകൾ വ്യക്തിപരമായിട്ട് തന്നെ എനിക്ക് അറിവുള്ളതാണ്. പക്ഷെ അവിടെയും അവർക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതേസമയം ഒരു ഓഡിറ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ, പക്ഷെ ഓഡിറ്റേഴ്സും വളരെ സെൻസിറ്റീവ് ആയിരിക്കണം. അങ്ങനത്തെ ഓഡിറ്റിംഗ് ആണ് വേണ്ടത്, എവിടെ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത്. ഇപ്പം എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ട് പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ പലപ്പോഴും റിപ്പോർട്ടുകൾ പോയി കഴിഞ്ഞാലും ആക്ഷനൊക്കെ വരുന്നത് വളരെ പതുക്കെയായിട്ടോ ഒക്കെ ആയിരിക്കും. അതിന് പിന്നെ അതുപോലെ തെളിവുകൾ, ഈ പറഞ്ഞ പോലെ തെളിവുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള എവിഡൻസ് ഇതിന് വേണ്ടാന്ന് പോഷ് ആക്ടിൽ തന്നെ പറയുന്നുണ്ട്. ആ സാഹചര്യങ്ങൾ അവരതിനെ സ്ത്രീകൾ പറയുന്നതിനെ അതേ മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെയാണ്. അതേസമയം റെസ്പോണ്ടന്റിനും പറയാനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അവിടെ നമ്മൾ റിപ്പോർട്ട് എഴുതുമ്പോഴത്തേക്ക് ആ സാഹചര്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ ചെയ്യുന്നത്, ഒരു കമ്മിറ്റി ഇരുന്നാണ് ചെയ്യുന്നത്. കമ്മിറ്റിയുടെ മുന്നിൽ പറയാണ്. അപ്പോൾ അവരോട് നമ്മൾ എങ്ങനെ സമീപിക്കണം, അവരെ ഭയപ്പെടുത്താൻ പാടില്ല. പക്ഷെ അതൊക്കെ പലപ്പോഴും നടക്കും. അവരെ ഭയപ്പെടുത്തുക, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ കോൺസിക്വൻസ് ഉണ്ടാകാം, ഇനി നെഗറ്റീവായിട്ടുള്ള കോൺസിക്വൻസ് ഉണ്ടാകാം എന്ന തരത്തിൽ അവരെ കൂടുതൽ നെർവസ് ആക്കുക. അവർ ഓൾറെഡി നെർവസ് ആണ്, അങ്ങനെ ഉണ്ടാകാം. പിന്നെ പരീക്ഷ എഴുതാൻ പോകുന്നവരാണെങ്കിൽ ഓക്കെ, പരീക്ഷ എങ്ങനെയെങ്കിലും പാസ്സാകാം, ഇല്ലെങ്കിൽ എക്സാമിനറായിട്ട് വരുന്നത് ഇതേ ആൾക്കാരായിരിക്കും. ഇങ്ങനെ പലതരം കാര്യങ്ങളാണ് ഓരോ കേസിലും ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ കേസിൻ്റെയും ഓഡിറ്റുകൾ നടത്താനുള്ള സംവിധാനം നമുക്കുണ്ടാകണം. അങ്ങനെ ഓരോരോ ബാരിയേഴ്സായിട്ട് കടക്കാൻ കഴിയണം എന്നുള്ളതാണ്. ഇതിനൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസംസ് ഉണ്ടാകണം. അത് കൃത്യമായി പറയുന്നുണ്ട്. UGC ആണെങ്കിൽ, ഇപ്പം ഞങ്ങളുടെ ആണെങ്കിൽ മെഡിക്കൽ കമ്മീഷനാണ് ആണെങ്കിലും പറയുന്നുണ്ട് IC നിർബന്ധമാണ് എന്നുള്ളത്. അപ്പം അത് നേരത്തെ പറഞ്ഞു വെച്ചാൽ ഇതിന് അക്കൗണ്ടബിലിറ്റി ഇല്ല. അപ്പം ഇതിന് പലപ്പോഴും മറ്റേ പോക്സോ പോലെ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ഇതിന്റെ അതോറിറ്റീസ് അക്കൗണ്ടബിൾ ആണെന്ന് വരുന്നില്ല. അങ്ങനെ ഒരു വകുപ്പ് ഇതിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആശയ്ക്ക് എന്താ തോന്നുന്നത് എനിക്കറിയില്ല. അങ്ങനെ ഒരു കാര്യം ഇതിനകത്തുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ റാഗിങ്ങിന്റെ ആണെങ്കിൽ അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. ആന്റി റാഗിങ് ആക്ടിൽ തന്നെ അത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻസറബിൾ എന്ന് പറഞ്ഞാൽ പണിഷബിൾ ആണ്. അങ്ങനെ ഒരു കാര്യം എന്തുകൊണ്ടാണ് പോഷ് ആക്ടിൽ ഇല്ലാത്തത്? ആരും അക്കൗണ്ടബിൾ അല്ല. ട്രെയിനിങ്ങുകൾ ഒരുപാട് നടത്തുന്നുണ്ട്, പേരിന് വേണ്ടി ട്രെയിനിങ് നടത്തുന്നു. പക്ഷെ അക്കൗണ്ടബിൾ അല്ലെങ്കിൽ ആരും അത് ഫോളോ ചെയ്യുന്ന പൊതുബോധത്തിനനുസരിച്ച് പോകും. അപ്പൊ അതും വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
ഇപ്പൊ സിനിമാ മേഖലയിലെ കാര്യം പറഞ്ഞപ്പോഴേ ഇപ്പൊ കുറച്ചെങ്കിലും അതിനൊരു മാറ്റം ഇപ്പോൾ വന്നിരിക്കുന്നത് WCC അതുമായി മുന്നോട്ട് പോയി ഹൈക്കോർട്ടിൽ നിന്നൊരു ഓർഡർ വാങ്ങിച്ചു. അതിനുശേഷം ഒരു IC മോണിറ്ററിംഗ് കമ്മിറ്റി ഒരു പൊതുതലത്തിൽ, അതായത് എല്ലാ സംഘടനകളും ഉൾപ്പെട്ടുകൊണ്ട്, ഫെഫ്ക ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉൾപ്പെട്ടുകൊണ്ട് ഒരു IC മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കുകയും അതിനെ കൺട്രോൾ ചെയ്യാൻ ആയിട്ട് വിമൻസ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ബാധ്യസ്ഥരാകുകയും ചെയ്തപ്പോൾ വ്യത്യാസമുണ്ട്. അപ്പൊ പവർ സിസ്റ്റംസിന് തന്നെ, അല്ലെങ്കിൽ പവറിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് തന്നെ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു കൺസേൺ ഉണ്ട്. കാരണം അവര് ആൻസറബിൾ ആണ്. നേരത്തെ പറഞ്ഞ പോലെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നതും അതേപോലെ ട്രാൻസ്പെറന്റ് ആവുക എന്ന് പറയുന്നതും, ഇത് രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു കാര്യം പോർഷില് പലപ്പോഴും സംഭവിക്കുന്നില്ല. ഇതെങ്ങനെ സംഭവിച്ചു? അതിന്റെ ഒരു അത് WCCയുടെ ഈ ഹൈക്കോർട്ട് ഓർഡർ ആണ് ആക്ച്വലി ഒന്ന് പ്രഷർ ചെലുത്തിയത്. പിന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള ചില കേസുകൾ, രഞ്ജിത്തിന്റെ ഉൾപ്പെടെയുള്ള കേസുകളില്, ഇപ്പൊ ആ കേസില് IC മെമ്പർ ആയിട്ടുള്ള അഡ്വക്കേറ്റ് തന്നെ പിന്നെ അപ്പിയർ ചെയ്തു രഞ്ജിത്തിന് വേണ്ടി. അപ്പൊ അത് വയലേഷൻ ആണ്, ICയുടെ പ്രോട്ടോകോളിന്റെ വയലേഷൻ ആണ് എന്ന് തിരിച്ചറിയുക. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പ്രോട്ടോകോൾസ് തന്നെ കൃത്യമായിട്ട് പവറിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പാടില്ല എന്നുള്ള ഒരു കൃത്യമായിട്ട് അത് വരണം എന്നുള്ള ഒരു നിർബന്ധം വരികയും ചെയ്തപ്പോഴാണ് അതിനൊരു ആക്ച്വലി അത് നോക്കി നടത്താൻ ആളുണ്ടെങ്കിൽ, നേരത്തെ പിന്നെ ഡോക്ടർ പറഞ്ഞ അതേ കാര്യമാണ്, എന്തുകൊണ്ട് സ്ത്രീകളുടെ എതിരെ നടക്കുമ്പോൾ ഈ കാര്യം നടക്കുന്നില്ല, കുട്ടികളുടെ എതിരെ നടക്കുമ്പോൾ ഈ കാര്യം നടക്കുന്നുണ്ട്. പലതിലും ഒരു എന്താ പറയുന്ന മേൽനോട്ടം അല്ലെങ്കിൽ അക്കൗണ്ടബിൾ ആക്കുന്നുണ്ട് ഹയർ പൊസിഷൻസിലുള്ളവരെ. ഇതിലെ ആക്ടിൽ തന്നെ അങ്ങനെ ആക്കിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാരും ഓക്കെയാണ് അത് വെച്ചിട്ട്. സ്ത്രീകൾക്ക് അങ്ങനെ വീണ്ടും നമ്മൾ സ്ത്രീകൾ ഈ സർവീസ് മുഴുവനും ചെയ്യണമല്ലോ. ഫാമിലിയിലേക്ക് കൊടുക്കുന്ന സർവീസ് അത് ആക്ച്വലി ഇത് നേഷന് കൊടുക്കുന്ന ഒരു സർവീസ് തന്നെയാണ്. ചെലവില്ലാതെ രാജ്യം ചൂഷണം ചെയ്യുന്ന സ്ത്രീകളുടെ സർവീസാണത്. അപ്പൊ അത് നഷ്ടപ്പെടുത്താൻ അധികാരം അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന ആളുകൾ അതിന് തയ്യാറല്ല. വെറുതെ കിട്ടിക്കൊണ്ടിരിക്കുന്ന, ചെലവില്ലാതെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സെക്ഷൽ ഉൾപ്പെടെയുള്ള സേവനത്തിന് എന്തിനു കളയണം? അതിനറിയാതെ തന്നെ സ്ത്രീകളും ആ ഒരു ബോധത്തിൽ പെട്ടുകിടക്കുകയാണ്. അതെ അതെ അതെ. അപ്പൊ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ നമ്മള് പലപ്പോഴും പുതിയ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ സീറ്റോയെ കുറിച്ച് പറഞ്ഞു, അതുപോലെ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് നമ്മൾ നോക്കുമ്പോൾ കുറെ അധികം സ്ത്രീകളുടെ മൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഒന്നിലും മിനിമം ഇപ്പൊ നഴ്സുമാരുടെ സമരം, അതുപോലെ ഇരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള സമരം, അതുപോലെ തേയിലത്തൊഴിലാളികളുടെ സമരം, ആശാവർക്കർമാരുടെ സമരം, ഇപ്പൊ WCCയുടെ ഒക്കെ വഴി അത് തന്നെയാണ്. ഡിസ്റപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ട് മാത്രമാണ് ഒന്ന് ഉണരുന്നത് സമൂഹം. അപ്പൊ നമ്മൾ ഇനിയും ഡിസ്റപ്ഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു റേപ്പ് ഉണ്ടാവുക, ഒരു വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുക, അതിനുശേഷം എന്തെങ്കിലും എന്താ പറയാ അധികാരികൾ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഒരു പാറ്റേൺ പോലെയാണ്. അങ്ങനെയാണ്. അതുപോലെ കന്യാസ്ത്രീകളുടെ സമരം, റിലീജിയസ് ആയിട്ടുള്ള ഒരു, അതെന്ന് വെച്ചാൽ അവരുടെ പ്രൊഫഷനെ തന്നെ. അപ്പൊ സ്ത്രീകളുടെ സമരങ്ങൾ ഇങ്ങനെ നടക്കുകയും ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവാതിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് പൊളിറ്റിക്കലി ആയിട്ട് തന്നെ ഒരു പുതിയ സാഹചര്യം കണ്ടെത്തേണ്ട ആവശ്യം വരുന്നുണ്ട്. അതിലാണ് ഇപ്പോ കമ്പാഷൻ അല്ലെങ്കിൽ കെയർ എന്നൊക്കെ പറയുന്ന വാക്കുകളിലൂടെ നമ്മൾ ചില കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഡോക്ടറുടെ ഒരു വ്യൂ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്. പുതിയ ജനറേഷനിലുള്ള യുവാക്കളെ നോക്കുമ്പോഴില്ലേ, അവിടെ വലിയ ഒരു ഡിസ്ജങ്ക്റ്റ് നമുക്ക് കാണാൻ പറ്റും. പഴയ ഈ പാട്രിയാർക്കൽ വാല്യൂസ് ഒക്കെ തന്നെ മാറിയ ഒരു സാഹചര്യം പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അവരും ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ അത്ര സ്ട്രെങ്തൻഡ് അല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. അതിൽ ഈ പറഞ്ഞ മാറ്റത്തെ നമുക്ക് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ദിശയിലേക്ക് തിരിച്ചുവിടാൻ പറ്റത്തില്ല. അതിനെ അവിടെ നമ്മളൊരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മളിപ്പോൾ ഫെമിനിസ്റ്റ് പൊളിറ്റിക്സ് നേരത്തെ നോക്കിയാലും അതിന് ഒരു പരിധി വരെ അതിന് മുൻപുള്ള പലതരം
എന്താ പറയുക, ബാധ്യതകൾ അതിനകത്തും കിടപ്പുണ്ട്. എന്നുവെച്ചാൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം അല്ലെ. ഇപ്പൊ സ്ത്രീകൾ പലപ്പോഴും നേതൃത്വത്തിലേക്ക്, പൊളിറ്റിക്കൽ പാർട്ടികളുടെ നേതൃത്വത്തിലേക്ക് വരുമ്പോഴും നമ്മൾ എന്താ, അവരുടെ ബോഡി ലാംഗ്വേജ് ഭയങ്കരമായി പ്രസംഗിക്കുന്നവരെയാണ് ലീഡേഴ്സായിട്ട് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ അവരുടെ ആണുങ്ങളെ പോലെയുള്ള ബോഡി ലാംഗ്വേജ് അല്ല, പറയുന്ന കുറച്ചൊരു അക്രമാസക്തമായിട്ട് സംസാരിക്കുന്നവരെയാണ് രാഷ്ട്രീയത്തിലേക്ക് വരിക. അപ്പം ഫെമിനിസ്റ്റ് സംഘടനകൾ തീർച്ചയായിട്ടും കുറേ വ്യത്യാസം വരുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഫെമിനിസ്റ്റ് സംഘടനകളിലും ഈ പറഞ്ഞ കുറച്ച് ഘടനാപരമായിട്ടൊക്കെ ഈ ഹയറാർക്കി ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ള ഒരു ബോധമാണ് നമുക്കുള്ളത്. മോളിൽ നിന്ന് ഒരു ചൂരലെടുത്ത് നിൽക്കാൻ എന്നോട് തന്നെ ഞാൻ വെറുതെ പറയുന്നതല്ല, പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഡെമോക്രാറ്റിക് ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു നല്ല മാനേജർ അല്ല, നിങ്ങളൊരു നല്ല അഡ്മിനിസ്ട്രേറ്റർ അല്ല. അപ്പൊ ഇതേ വാക്കുകൾ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്, ഒരു ചൂരലെടുക്കണം നിങ്ങൾ. ഞാൻ ലിറ്ററലി പറയുന്ന കാര്യം പറയുന്നത്, നിങ്ങൾ ഒരു വടിയെടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ വടിയെടുത്ത് നിൽക്കുന്ന ഒരു ഹെഡ് മാസ്റ്ററെ പോലെയുള്ള ഒരാളാണ് ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള ഒരു കൺസെപ്റ്റ് കുറേയൊക്കെ എനിക്ക് തോന്നുന്നു ഫെമിനിസ്റ്റ് സംഘടനകളിലും അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളിലും ഒക്കെ എവിടെയൊക്കെ കിടപ്പുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. കൂടുതൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള, കൂടുതൽ ഇൻക്ലൂസീവ് ആയിട്ടുള്ള, ഇതേപോലെ ഇപ്പോൾ ഫെമിനിസ്റ്റുകൾ ആണെങ്കിൽ പോലും നമ്മൾ അതിനേക്കാൾ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ കാണേണ്ടി വരുമല്ലോ. അപ്പോൾ അതിനോടുള്ളൊരു സമീപനം എനിക്ക് തോന്നുന്നു ഫെമിനിസത്തിന് ശേഷമുള്ള ഒരു രാഷ്ട്രീയം കൂടിയായിരിക്കും. തീർച്ചയായിട്ടും ഫെമിനിസ്റ്റ് വാല്യൂസ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയുള്ളതാണ്. പറഞ്ഞ പോലെ ഹറാസ്മെന്റ്, സെക്ഷൽ അബ്യൂസ് ഒക്കെ കൂടുതലും അനുഭവിക്കുന്നവർ എന്നുള്ള നിലയ്ക്ക് തന്നെ കൂടുതൽ എമ്പതറ്റിക്കും അല്ലെങ്കിൽ കമ്പാഷനേറ്റ് ആകാനുള്ള ഒരു പൊട്ടൻഷ്യൽ വളരെ വലുതായിട്ട് സ്ത്രീകൾക്കും ഫെമിനിസ്റ്റുകൾക്ക് പ്രത്യേകിച്ച് ഉണ്ട്. പക്ഷെ നമ്മളൊരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ രൂപപ്പെടുന്ന സമയത്തും അല്ലെ സിദ്ധാന്തങ്ങൾ തന്നെ അത് തന്നെ ഒരു പ്രശ്നം. എന്നുവെച്ചാൽ നമ്മൾ എപ്പോഴും പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള കടുത്ത ചില സിദ്ധാന്തം, നിലപാട് അത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കടും പിടുത്തങ്ങളിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അവിടെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമ്മൾ ന്യൂവാൻസ്ഡ് ആയിട്ട് മനസ്സിലാക്കാനും കൂടുതൽ എമ്പതറ്റിക് ആകാനും മറ്റുള്ളവരെ കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു രാഷ്ട്രീയം തന്നെ വരേണ്ടതുണ്ട്. അതിന് നമുക്ക് കെയറിൻ്റെ ഒരു ആശയമോ കമ്പാഷനേറ്റ് എന്നുള്ള ഒരു ആശയമോ ഒക്കെ കൊണ്ടുവരാം. പക്ഷെ അത് പ്രാക്ടീസിലൂടെയാണ് അത് കൂടുതൽ അതിനൊരു ക്ലാരിറ്റി ഉണ്ടാകേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ഡേ ടു ഡേ പൊളിറ്റിക്സിൽ ഇടപെടുന്ന ആളുകൾ അവിടെയൊക്കെ ഇതുണ്ട്. ശരിക്കും നമുക്കൊരു മനുഷ്യർക്ക് കമ്പാഷൻ ഉണ്ട്, അല്ലെ കെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെ നമ്മൾ രാഷ്ട്രീയമായിട്ട് പലപ്പോഴും കാണുന്നില്ല. എല്ലാത്തിനെയും ഒരുമിച്ച് ചേർത്ത് ഒരൊറ്റ ശബ്ദം എന്നൊക്കെയുള്ള തരത്തിലാണ് നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്ന പോലെ നമുക്ക് ഇഷ്ടമല്ല അല്ലെ. പൊതുവെ ചിലപ്പോൾ പറയും അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടല്ലോ. പക്ഷെ പലപ്പോഴും ഞാൻ കാണുന്നത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിൽ, പ്രത്യേകിച്ച് ട്രാൻസ്ജെൻഡർ അതുപോലെയുള്ള ക്യൂർ സമൂഹങ്ങളിൽ ഒക്കെ എല്ലാവരും അവർ അഭിപ്രായം പറയും. എന്നാൽ ഒരുമിച്ച് നിൽക്കേണ്ട സമയത്ത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുകയും ചെയ്യും. അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തുന്നതിന് മടിയില്ല. അതിൻ്റെ അത്തരം പൊളിറ്റിക്കൽ സ്പേസുകളിൽ പലപ്പോഴും അതിന് സാധിക്കുന്നുണ്ട്. പക്ഷെ കൂടുതൽ ഹൈറാർക്കിക്കലും ഒക്കെ ആകുന്ന സമയത്ത് അത് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്സിലേക്ക്, പുതിയൊരു പൊളിറ്റിക്സിലേക്ക് കമ്പാഷൻ എന്നെ മുന്നിൽ വെക്കുന്ന, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ഉള്ള ഒരു സ്പേസ് കൊടുക്കുന്ന, കെയറിൻ്റെതായിട്ടുള്ള ഒക്കെ ഒരു രാഷ്ട്രീയം ഉണ്ടാകേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു പുതിയ ജനറേഷൻ അതിന് ഒരുപാട് സാധ്യതയുണ്ട്. അവർ അത്രയും റിജിഡ് അല്ല അവരുടെ ചിന്തകളിൽ, അവരതിനെയൊക്കെ തള്ളിക്കളയുന്നുണ്ട്. പല വാക്കുകൾ ഉപയോഗിക്കണ്ടേ പറയത്തില്ല. പക്ഷെ അങ്ങനെ അവരാ എന്താ പറയാ പഴയകാല സംഘടന മാതൃകകളെയും ആ രീതികളെയും ഒക്കെ അവർ എവിടെയൊക്കെയോ തള്ളിക്കളയുന്നതായിട്ട് കാണാൻ പറ്റും. ക്യാമ്പയിനുകളിലൊക്കെ ആണെങ്കിലും അവർക്ക് അവരുടേതായ പുതിയ രീതികളൊക്കെ വരുന്നുണ്ട്. അപ്പം അതിനെ മനസ്സിലാക്കുക എന്നുള്ളത് പഴയ തലമുറയുടെ ഒരു ഉത്തരവാദിത്വം ആയിട്ടും കൂടി എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. പക്ഷെ തീർച്ചയായിട്ടും അതിനെ രാഷ്ട്രീയമായിട്ട് ദിശ തിരിച്ചു വിടുക, അല്ലെങ്കിൽ എന്താണ് നമ്മളൊരു പുതിയ രാഷ്ട്രീയത്തിലൂടെ
പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള വ്യാപകമായ ചർച്ചകളും ഒക്കെ ഉരുത്തിരിഞ്ഞു വരികയും അതിൽ നിന്നൊരു പുതിയ രാഷ്ട്രീയം ഉണ്ടാവുകയും ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കുള്ളിൽ തന്നെയുള്ള വയലൻസ് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഫാസിസ്റ്റുകളെന്ന് മുദ്ര കുത്തപ്പെടാത്ത എത്രയോ ആൾക്കാർ അവരുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന കുറെ കാര്യങ്ങൾ ഈ വയലൻസിനൊക്കെ കാരണമായി വരുന്നുണ്ട്. നമ്മൾ പെട്രിയാർക്കി എന്ന് പൊതുവെ പറയുമെങ്കിലും ഈ ഇത്തരം ഒരു അവസ്ഥ ഇപ്പൊ ചെറുപ്പക്കാരിലും മുതിർന്നവരിലും ഒരുപോലെ കാണാറുണ്ട്. ഇപ്പൊ നമ്മൾ ചെറിയ നിയന്ത്രണങ്ങൾ മുതൽ വലിയ നോ എന്ന് പറയുന്ന കാര്യങ്ങൾ വരെ നമുക്ക് സ്വയം ഒരു ചലഞ്ച്. അപ്പൊ ഒരു സെൽഫ് ക്രിട്ടിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ സമൂഹം ഈ ഫാസിസത്തെ നേരിടുന്നതെന്നുള്ളത് പുതിയ പൊളിറ്റിക്സുമായി കണക്ട് ചെയ്തൊന്ന് വായിക്കാൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും നമ്മൾ ഈ ഫാസിസ്റ്റ് പുറത്താണെന്ന് പറയുമ്പോൾ അതിൻ്റെ അപകടമേറെയുണ്ട്. പക്ഷെ നമ്മൾ ഉള്ളിലേക്ക് നോക്കുന്നില്ല. ചെറിയ അപരവൽക്കരണം അല്ലെങ്കിൽ ഹേറ്റ്രഡ് എന്ന് പറയുന്ന അപരരോടുള്ള ഒരു വിദ്വേഷം എന്ന് പറയുന്ന മനുഷ്യർക്ക് ഇങ്ങനെ കിടക്കുകയാണത്. അത് നമ്മൾ ഓരോ കോണ്ടെക്സ്റ്റിലും നമ്മളത് എടുക്കാറുണ്ട്. ഇപ്പം ചിലർ ഇപ്പം രാഷ്ട്രീയ പാർട്ടികളിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടി മാത്രം ഏറ്റവും ശരി, മറ്റുള്ളവർ പറയുന്ന എല്ലാം ഇത് എന്ന് കാണുന്നത് ചിലപ്പോഴൊക്കെ ഒരു മതം പോലെയും ആകുന്നുണ്ട്. മതത്തിന്റെ പേരിൽ ഉള്ള ഹേറ്റ്രഡ് വേറെ, എല്ലാത്തിൻ്റെയും പേരിൽ ഈ പറഞ്ഞ പോലെ പലതിൻ്റെയും പേരിൽ നമ്മൾ മറ്റുള്ളവരോട് വിദ്വേഷം കാണിക്കുകയും ഈ പറഞ്ഞ പോലെ ഉള്ളിലേക്ക് നോക്കാതിരിക്കുകയും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള അപരത്വ വിദ്വേഷവും പിന്നെ വെറുപ്പും കാര്യങ്ങളും ഈ അടിച്ചമർത്താനുള്ള ത്വരയും ഒക്കെ ഉള്ളത്. അതിനെ ഉള്ളിലേക്ക് നോക്കുക എന്നുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഒരു ഗവൺമെന്റ് ഫാസിസ്റ്റ് ആകുന്നു എന്ന് പറയുമ്പോഴും അതിന് ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത അതാണ് തുടക്കത്തിൽ. പക്ഷെ അതിൽ അപകടമെന്ന് ഞാൻ പറയുന്നത് ഒരു പരിധി കഴിഞ്ഞാൽ അത് വലിയൊരു അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല എന്നൊക്കെ പറയുന്ന പോലെ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തും ചെയ്യാം. അപ്പൊ അതിൻ്റെ ആ ഒരു ഡയമെൻഷനെ നമ്മൾ ഒട്ടും കുറച്ച് കാണാൻ പറ്റില്ല. അതിനെ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ നമ്മൾ നേരിടേണ്ടി വരും. അതേസമയം തന്നെ ഈ ഒരു മൈക്രോ ലെവലിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ബോധമുണ്ടാകണം. അല്ലെങ്കിൽ പിന്നെ എത്രയോ ഇപ്പം നാസി സമയത്ത് നടന്ന കാര്യങ്ങൾക്ക് അതിനേക്കാൾ ഭയങ്കര മോശമായിട്ട് വീണ്ടും ആവർത്തിക്കപ്പെടുകയാണല്ലോ ഇപ്പോൾ പലസ്തീനിലും ഒക്കെ ആവർത്തിക്കപ്പെടുകയാണ്. വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ നേരത്തെ ഉണ്ടായ കാര്യങ്ങളിൽ അതിൽ നമ്മളെങ്ങനെ പാർട്ടിസിപ്പേറ്ററി ആകുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കുന്നില്ല. നമ്മളത് ഓരോരുത്തരും ഉള്ളിലേക്ക് നോക്കി തിരിച്ചറിയേണ്ട ഒരു കാര്യം കൂടിയാണ്. ഫാസിസ്റ്റ് പ്രവണതകൾ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ വരുന്ന അവിടെ തന്നെ. അപ്പം അത് ഈ പുതിയ പൊളിറ്റിക്സിലൊക്കെ ആ ഒരു ദിശാബോധം ഉണ്ടാകണം എന്നുള്ളതാണ്. അതേസമയം നമ്മൾ കുറേ കാലം ഈ ഒരു അധികാരത്തിലിരിക്കുന്ന ആൾക്കാർ അവരുടെ കയ്യിൽ ഒരുപാട് ഉണ്ടല്ലോ. ഇപ്പം പോലീസും പട്ടാളവും ഒക്കെ അടങ്ങിയിട്ടുള്ള, മാത്രമല്ല ഇപ്പം മീഡിയയുടെയും ഒക്കെയുള്ള ഇൻ്റർനെറ്റിൻ്റെയും ഒക്കെ എല്ലാ അധികാരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവർ മനുഷ്യരുടെ നേർക്ക് നടത്തുന്ന മർദ്ദനത്തിനെ നമ്മൾ അതിൻ്റെ ആ ഭീകര അവസ്ഥയിൽ തന്നെ നമ്മൾ നേരിടേണ്ടി വരും. അതിനോടൊപ്പം തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ലെവലിലും എല്ലാ സൂക്ഷ്മ തലങ്ങളിലും ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കി ഒരു രാഷ്ട്രീയം രൂപപ്പെടുത്തിയാൽ മാത്രമേ ഭാവിയിലെങ്കിലും നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഈ വരും വർഷങ്ങളിൽ സമൂഹം ഇങ്ങനെ പുതിയ ഒരു പന്ഥാവിലൂടെ കുറച്ചുകൂടി സെൽഫ് ഹീലിംഗ് പോസിബിൾ ആക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, അപ്പൊ ഇതിന് C2 ക്യാമ്പയിന് എല്ലാ ആശംസകളും നേരുന്നു. ഇതൊരു പുതിയ നല്ല ഇനിഷ്യേറ്റീവാണ്. പക്ഷെ അതിന്റെ രാഷ്ട്രീയം ഈ പറഞ്ഞ രീതിയിലൊക്കെ രൂപപ്പെടുത്തണം എന്നാണ്. അതാണ് നമ്മുടെ സെൽഫ് ക്രിട്ടിക്കൽ ചലഞ്ചാണ്. അതെ കൂടുതൽ. താങ്ക് യു.